കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 4 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. പല പട്ടണങ്ങളിൽ നിന്നും വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുളി ചെയ്തു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകളത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ച് വളർന്നെങ്കിലും നനവില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഉപമയുടെ അർത്ഥമെന്ത് എന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. ഉപമ ഇതാണ്: വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണുപോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിതക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ച് കേട്ട സുവിശേഷ ഭാഗം പലാവർത്തി നമ്മുടെ വിശുദ്ധ കുർബാനയുടെ മധ്യേ നമ്മൾ ഇതിനകം വായിച്ച് കേട്ടിട്ടുള്ള വചനഭാഗമാണ്. ഇന്നത്തെ സുവിശേഷവും ആദ്യ വായനയും കൂടി ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് സഭ നമുക്ക് തരുന്ന ഏറ്റവും കാതലായ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ക്ഷമയോടെ കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ദൈവീകമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഇന്നത്തെ സുവിശേഷം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദൈവത്തിൻ്റെ വചനം എല്ലാവരിലും ഒരുപോലെ കർത്താവായ ദൈവം വിതറിയതാണ്. പക്ഷെ ചിലർ സ്വീകരിക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് അതിൻ്റെ ഫലത്തിന് വ്യത്യാസം ഉണ്ടാകുന്നത്. ആദ്യ 3 ഭാഗങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് വഴിയരികിൽ വീണത്, പാറയിൽ വീണത്, മുള്ളുകൾക്കിടയിൽ വീണത്, ഇതൊന്നും നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിച്ചില്ലെന്നുള്ളതാണ്. അത് കുറച്ച് നാളത്തേക്ക് ഫലം പുറപ്പെടുവിച്ചു, അത് പോരാ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല നിലത്ത് വീണതിനെക്കുറിച്ച് പറയുന്നത്, അവ അത് ഗ്രഹിച്ച് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിച്ചവരാണ്. അതായത് അവർ ഏറ്റെടുത്ത വചനം അവസാനം വരെ കാത്തു സൂക്ഷിച്ചവരാണ്. ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു, ഒരു നിലനിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യ വായനയിൽ പൗലോസ്ലീഹ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ 2ാം വരവിൽ നാം അവനെ കണ്ടുമുട്ടുന്ന വേളയിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസ്യൂതം പാലിച്ച്, വിശുദ്ധിക്ക് വേണ്ടി അനുസ്യൂതം പരിശ്രമിച്ച്, അതിൽ ദൈവ കൽപ്പനയിലും വിശുദ്ധിയിലും നിങ്ങൾ അവനെ കണ്ടുമുട്ടുവോളം നിലനിൽക്കണമെന്നാണ് പറയുന്നത്. കുറച്ച് ദിവസത്തേക്കും കുറച്ച് നാളത്തേക്കുള്ള ആത്മീയ ജീവിതത്തെക്കുറിച്ചല്ല വചനം പറയുന്നത്. ഏതാനും നാളുകൾ ഈശോയെ സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളതല്ല, അവൻ്റെ വചനത്തെ ഏതാനും ദിവസങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. ജീവിതകാലം മുഴുവൻ
ആരംഭിച്ചിരിക്കുന്ന വിശുദ്ധ ജീവിതം, വിശ്വാസ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, യേശുവിനോട് ബന്ധപ്പെടുത്തിയുള്ള ജീവിതം അവസാനം വരെ നിലനിർത്തണമെന്ന് പറയുന്നത്. അപ്പം ആ ജീവിതയാത്രകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മറ്റു ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത്. ചിലത് കർത്താവിൻ്റെ വചനം സ്വീകരിക്കാൻ തക്കവിധത്തിൽ ഹൃദയം പറ്റാത്ത രീതിയിൽ ഹൃദയം കഠിനമായി പോയവരുണ്ടാകാം. ചിലവർക്ക് വിശ്വാസത്തിന് ആഴമില്ലാത്തത് കൊണ്ട് കുറച്ചാളൊക്കെ ഓക്കെ, അദ്ദേഹം അത് കരിഞ്ഞു പോകുന്ന അവസ്ഥയാകാം. ചിലവർ വലിയ ആവേശത്തോടെയൊക്കെ വചനം സ്വീകരിക്കുകയും അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളും അസ്വസ്ഥതകളും ഞെരുക്കങ്ങളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നു കഴിയുമ്പോൾ കർത്താവിനോടുള്ള ബന്ധം, ദൈവവചനത്തോടുള്ള ബന്ധം, ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ആ സീരിയസ്നെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് പഴയ അവസ്ഥയിലേക്ക് പോകും. അപ്പം അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് വായനകളുടെയും ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചാൽ, കാതലായ സന്ദേശം എന്താ? നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വചനത്തിലും യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അത് എബ്രായർക്കെഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: നിന്റെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നീ ക്രിസ്തുവിൽ പങ്കാളിയാകുള്ളൂ. നിന്റെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നീ ക്രിസ്തുവിൽ പങ്കുകാരനാകുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ നിന്റെ ആദ്യ വിശുദ്ധ ജീവിതത്തെ, നിന്റെ സ്നേഹത്തെ, ഇതൊക്കെ അവസാനം വരെ മുറുകെ പിടിച്ചാൽ മാത്രമേ ക്രിസ്തുവിൽ നമ്മൾ പങ്കാളികളാവുകയുള്ളൂ. അപ്പം അവനെ കണ്ടുമുട്ടുന്ന വേളയിൽ ദൈവവചനത്തോടും അവനോടുള്ള ബന്ധത്തിൽ നമ്മൾ നിഷ്കളങ്കരും വിശുദ്ധരും ദൈവകൽപ്പനകൾ അനുസ്യൂതം പാലിക്കുന്നവരുമായിരിക്കണമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും സുവിശേഷത്തിൻ്റെ സന്ദേശം തന്നെയാണ്. എന്താണ്? അവസാനം വരെ ക്ഷമയോടെ ദൈവവചനത്തെ സ്വീകരിച്ച് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ ഈ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്ത പല കാര്യങ്ങളും സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു രഹസ്യം തന്നെയാണിത്. എന്താണ്? ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്നവനാണ് നിലനിൽക്കുന്ന ദൈവരാജ്യം സ്വന്തമാക്കാൻ പറ്റുക. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിലും ദൈവവചനത്തിലും യേശുക്രിസ്തുവിലും നിലനിൽക്കുന്നവനാണ് നിത്യജീവനും ദൈവരാജ്യവും സ്വന്തമാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ സന്ദേശ ഹൃദയത്തിൽ സ്വീകരിച്ച് അനുദിന ജീവിതത്തിൻ്റെ ആത്മീയ പോരാട്ടത്തിൽ തളർന്നു പോകാതെ ഈശോയെ ചേർത്ത് പിടിച്ച് മരണം വരെ, അവസാന ശ്വാസം വരെ യുദ്ധം പ്രഖ്യാപിക്കാൻ, പോരാടാനുള്ള കൃപയ്ക്കായി ബലിയിലൂടെ പ്രാർത്ഥിക്കാം. പാതി വഴിയിൽ ഒന്നും അവസാനിപ്പിക്കാതെ, പാതി വഴിയിൽ ഒന്നും തകർത്ത് കളയാതെ അവസാനം വരെ എത്തിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇത് നൽകപ്പെട്ടിരിക്കുന്നത് മൺപാത്രത്തിലാണ് എന്ന് വചനം പറയുന്നു. അശ്രദ്ധയോടെ ഈ ജീവിതം നയിച്ചാൽ നിശ്ചയമായിട്ടും തകർന്നു പോകാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുള്ളപ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന വിശുദ്ധ ജീവിതം, ആത്മീയ ജീവിതം, വചനത്തോടും യേശുവിനോടുള്ള ബന്ധം അവസാനം വരെ നിലനിർത്താൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.